ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഭയങ്കര അധികം സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് കാരണം നിങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ 1 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ നേരെ മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ ചാനലിൽ 7 സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. അത് എങ്ങനെ സംഭവിച്ചെന്നുള്ളത് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. ആ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കാണുന്ന ഈ ഒരു സംഭവം എന്താണെന്നറിയോ? എൻ്റെ അനിയത്തി ഇത്ര കാലം സ്കൂളിലേക്ക് കൊടുക്കുന്ന പൈസ ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാക്കിയുള്ള ഒരു കുഞ്ഞ എമൗണ്ടാണ് കേട്ടോ. ഈ ഒരു പൈസ വീട്ടിൽ ഇങ്ങനെ എടുത്ത് വെച്ച കാര്യം ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിലൊന്നും 10 പൈസ നിൽക്കലില്ല കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ ഉപ്പക്ക് ഭയങ്കര സന്തോഷമായി. ഫോൺ വാങ്ങാൻ പോകുന്ന സമയത്താണ് ഈ പൈസ ഇങ്ങനെ എടുത്ത് വെച്ചൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ ആ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ 16+ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നിങ്ങളെല്ലാവരും മനസ്സ് വെക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഫോൺ സ്വന്തമാക്കാം. നിങ്ങൾ മനസ്സ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നടക്കും. മാഷാ അല്ലാഹ് നമ്മുടെ ഷിഫൻ്റെ ഫോൺ ഇവിടെ എടുത്തിട്ടുണ്ട്. ഷിഫൻ്റെ പൈസ ഇപ്പോൾ ഷിഫൻ്റെ കൈ തന്നെ കൊടുത്തിട്ടുണ്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പൊക്കെ ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു വാച്ചൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഫസ്റ്റ് ഒരു 100K ആയി. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് 100K വരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അത് നേരെ 200K ആയി ഗൈസ്. പിന്നെ അതിപ്പോൾ 300K ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമുക്കിപ്പം ഒരു 7,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. അതിൽ ഇത്രയും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, നമുക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ അംഗീകരിച്ച അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെട്ടിട്ട് എന്നിലേക്ക് വന്ന് കണ്ടറിഞ്ഞ എല്ലാവരോടും ഒരുപാടധികം നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. നിങ്ങളാരും ഈ ഒരു സപ്പോർട്ട് എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഈ കാണുന്ന പോലെയുള്ള ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് എൻ്റെ മുഖത്ത് ഈ ഒരു സന്തോഷം ഇപ്പം ഉണ്ടാവാൻ കാരണം നിങ്ങളാണ്. മുന്നേ ഒരു 5,000 ആയപ്പം ഒരു കുഞ്ഞ് കേക്ക് വാങ്ങി കട്ട് ചെയ്യാനൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇന്നിപ്പോൾ 7,000 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 7,000ൻ്റെ കേക്ക് ഒരു കുഞ്ഞ് കേക്കിൽ അങ്ങനെയൊക്കെ എഴുതി കട്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഷോപ്പിൽ പോയിട്ടൊക്കെ വാങ്ങണം. ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല. ചോറ് കഴിക്കണം. ചോറ് കഴിച്ചിട്ട് വേണം കടയിൽ പോയിട്ട് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങി കട്ട് ചെയ്യാൻ. എല്ലാവരും നല്ല ചോറും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനെടുത്തത് പുട്ട്, പിന്നെ അതുപോലെ തന്നെ ആഗോലി കറി, പിന്നെ ഇതെന്താണ് കൈപ്പങ്ങ ഉപ്പേരിയാക്കി വെച്ചതാണ്. പിന്നെ ഇതിനെന്താ പറയുക, നമ്മളവിടെ വായക്കാന്ന് പറയും. അതിൻ്റെ ഉപ്പേരിയുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതൊരു വെറൈറ്റിയാണ്. ഇത് എനിക്ക് എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ഗൈസ് മുളക് കറി. നമ്മുടെ പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. എരിവുണ്ടോയെന്ന് ചോദിച്ചാൽ എരിവുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു പുളിയൊക്കെ ആയിട്ട് നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ എനിക്ക് പൊതുവേ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ മിക്കവാറും ഉച്ചയ്ക്ക് കഴിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് നമുക്ക് കാണാം. എന്താ സബ്സ്ക്രൈബർ ആൾക്കാരിന്റെ പേരക്കുട്ടിന്റെ വീഡിയോ ശീലം കണ്ട് എനിക്ക് അതിന് സന്തോഷമുള്ളൂ. വെല്ലിമക്ക് ഇതൊക്കെ പറയാൻ അറിയില്ല കേസ്. വെല്ലിമക്ക് ഒരുപാട് അധികം സന്തോഷമായിട്ടുണ്ട്. ഇതൊക്കെ എന്താ വേണ്ടിയ പീടിയ പോയി വരുമ്പോ എന്താ വേണ്ടി? ഇപ്പൊ നിങ്ങൾ പീടിയ പോയിട്ട് എന്താ വേണ്ടി? എനിക്ക് എന്തെങ്കിലും ചായക്ക് ചായം കൊണ്ടായി. അപ്പൊ വെല്ലിമക്ക് ചായക്ക് എന്തെങ്കിലും കനം വാങ്ങിട്ട് വരാം ഗൈസ്. അപ്പം ഈ പീടിയ പോയിട്ട് വെല്ലിമക്ക് കോള് വരുന്നുണ്ട്. വെല്ലിമന്റെ കയ്യിലുള്ളത് 16 അല്ല 17 Pro Max ആണ്. പുയിങ്കൊണ്ടാ വേണ്ടി? അപ്പൊ വെല്ലിമക്ക് പുയിങ്കൊണ്ടായിട്ട് വരാം ഗൈസ്. പോയി വാങ്ങി വരാം. നമ്മള് പുറത്തേക്ക് പോവാണ്. വെല്ലിമക്ക് ഒരു പുയിങ്കൊണ്ട വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെവിടെയും കിട്ടുകയാണെങ്കിൽ അത് വാങ്ങണം. പിന്നെ കേക്ക് വാങ്ങണം. പിന്നെ വേറൊരു സംഭവം, ഒരു സാധനം കൂടി വാങ്ങാനുണ്ട് ഉമ്മക്ക്. അത് വാങ്ങണം. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്തൊരു വ്ളോഗിൽ പറയുന്നതായിരിക്കും. അതൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിക്കാം. എന്തായാലും നമുക്കൊരു കേക്ക് കിട്ടുമോ എന്നൊക്കെ പോയി നോക്കാം. അപ്പോൾ ഒരു വിശിഷ്ട അതിഥി നമ്മുടെ ഫ്രെയിമിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ വിളിക്കുമ്പോൾ അതിന് ഓടി വരുന്നൊരു നായായിട്ടത് ഫുഡൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് ഇതിന്. അപ്പം ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓടിയെത്തും. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്കാട്ടോ പോകുന്നത്. ഗൈസ് ഞങ്ങളങ്ങനെ ജാം സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണ് പോകുന്നുണ്ട് ഗൈസ്. വാങ്ങാമോ?
മതി സ്റ്റെപ്പ് അറിയാം ഗൈസ്. ഉമ്മൻ്റെ പിടുത്തം വിട്ട് ഇനി ഉമ്മനെ പിടിച്ചാൽ കിട്ടൂല. കാരണം ഇങ്ങനത്തെ എവിടെയെങ്കിലും സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമ്മല്ല, ഉമ്മയിൽ ആ ഒരു രോഗി പുറത്തേക്ക് എത്തും. ഓ എന്ത് അല്ലാ പൊട്ടിക്കലും പൈസ കൊടുക്കേണ്ടി വരും. ഈ എടുത്ത് പൊട്ടിക്കല്ലേ താത്ത കൊടുക്കേണ്ടി വരും പൈസ. രാവിലെ അമ്മക്ക് ഇങ്ങനത്തെ ഫ്ലാസ്ക് എന്തിനാ കാൽച്ചായ നെയ്യ് കുടിക്കാനും എനിക്ക് സ്കൂളിൽ ചായ കഴിച്ചിട്ട് ഇത് വാങ്ങണം. നമ്മൾ വേരി നമ്മളെ വീട്ടിലില്ല അങ്ങനത്തെ ഒന്നും. എനിക്ക് കേക്ക് വാങ്ങണം, എൻ്റെ സെലിബ്രേഷൻ അറിയോ. ഞാൻ ആയിഷനെ കാത്തു നിന്നിട്ടാണ് കേക്ക് വരെ വാങ്ങാനത്. ഇത് വാങ്ങമ്മ 99 ഉറുപ്പ്യൻ്റെ ബ്രൗണി തത്തക്ക് വേണ്ടല്ലോ. നമ്മളന്ന് വാങ്ങിയതില്ലേനോ ഡോണറ്റ് 69 ഉറുപ്പ്യ ഗൈസ്. ലാഭമാണ്, കുറേ അധികം ഡോണറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ വേറെ അത് മതി. കേക്ക് പോകുന്നത് ഫുള്ള് ചോക്ലേറ്റ് അതിൽ. മാധവിക്ക് ഒരു പീസ് എടുക്ക് പിടിക്ക്. കഴിച്ചോ എങ്ങോട്ട് ഫ്ലാഷ് വേണ്ട. വേണ്ട ഇളകരുതാ അയ്യോ ചീ ഇളകിക്കോ കേക്ക് ഇളകി. അപ്പോൾ വോയിസിന് ഫലാഫിൽ വാങ്ങാൻ പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങാം. നമ്മളെ കേക്ക് കഴിയുന്നുണ്ട്. ഇവരൊക്കെ ഫലാഫിലാട്ടോ വാങ്ങിയത്, ഞാൻ വാങ്ങിയത് നൂഡിൽസാണ്. വീട്ടിലേക്ക് എത്തി കഴിഞ്ഞാൽ നമ്മൾ കേക്കിലുണ്ടായി നോക്കാം. കേക്കാണ് പേടി. കേക്ക് ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുക കയ്യിൽ ഉണ്ടാവും വിചാരിച്ചത്. ഇവിടെ പിന്നെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഇവർ ഉണ്ടാക്കണമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇന്ന് ഇവിടെ വാങ്ങാണ്ടില്ലേ. നല്ല ടേസ്റ്റാണ് നൂഡിൽസ് ഒക്കെ, നല്ല ടേസ്റ്റാണ്. എന്താ എന്നോട് പറഞ്ഞത്? സന്തോഷായോ? പോയിക്കട്ടെ ഇടുക്കി കാണിച്ചെടുക്കി പോയിക്കട്ടെ. ഇതാണ് എന്താ ഇപ്പൊ യൂട്യൂബിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പറയാനുള്ളത്? ആ അതന്നെ, അതാണ് ഇപ്പൊ പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനലായിട്ടുള്ള നമ്മളെ കേക്ക് കേട്ടോ. കുഞ്ഞി കേക്കാണ് കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു കുഞ്ഞി സെലിബ്രേഷനാണ് കേട്ടോ. അപ്പം മാഷാ അല്ലാഹ് നമ്മുടെ ചാനൽ വീണ്ടും സബ്സ്ക്രൈബേഴ്സ് കൂടി 9000 ആയിട്ടുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരുപാടധികം സന്തോഷമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആ ഒരു വീഡിയോക്ക് 4 lakh വ്യൂസും ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുമിച്ചിട്ട് ഈ ഒരു കേക്ക് കട്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെ പ്രസൻസ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത്. എനിക്കെന്തായാലും ഒരുപാട് സന്തോഷമായിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ എന്തെങ്കിലും കുറ്റക്കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. മുന്നോട്ട് ഞാൻ അത് റെഡിയാക്കി കൊണ്ടുവന്നതായിരിക്കും. അപ്പം ആദ്യത്തെ ഈ ഒരു പീസ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ് കേട്ടോ. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടാണ് ഞാനിത് നൽകുന്നത്. സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആൾക്കാർക്കും എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ. എല്ലാം ഞാനൊരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കുകയുള്ളൂ. അപ്പം കീപ് സപ്പോർട്ടിങ്. ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.